സർ, എൻ്റെ ചെറുപ്രായത്തിലുള്ള ഒരനുഭവം തലശ്ശേരി വർഗീയ കലാപത്തിൻ്റെതാണ്. ആ കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ പണം നഷ്ടപ്പെട്ടവരുണ്ട്, സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കിരയായവരുണ്ട്. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. CPIM-ന്റെ UK കുഞ്ഞിരാമൻ എന്ന ഒരു സഖാവ്. ചിരിക്കുന്നുണ്ടാരോ? ആ ചിരി ആരുടെ ചിരിയാ സർ? ഇവിടെ എങ്ങനെയാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതെന്നറിയോ? മെരുവമ്പായി പള്ളി എന്നത് മുസ്ലിം പള്ളികളിൽ കുറച്ച് പ്രാധാന്യമുള്ള പള്ളിയാണ്. അന്ന് ആത്മാഹൂതി ചെയ്തു പോലും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുക എന്ന ആഹ്വാനം പാർട്ടി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടി വളണ്ടിയർമാർ ഇത്തരം ആരാധനാലയങ്ങൾക്ക് മുന്നിൽ കാവൽ നിന്നിരുന്നു. മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ RSS നേതൃത്വത്തിലുള്ള സംഘപരിവാറുകാർ എത്തി. അപ്പോൾ ഇവർ തടഞ്ഞു. വാക്കേറ്റത്തിൽ ഇവരെ തള്ളിമാറ്റി അങ്ങോട്ട് പോയി ആക്രമിക്കാനുള്ള ശേഷി അവർക്കില്ല. തൽക്കാലം പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തിലൂടെ മാത്രമേ ഇങ്ങോട്ട് കടക്കാൻ പറ്റൂ. രാത്രി മുഴുവൻ ഈ വളണ്ടിയർമാരവിടെ കാവൽ കിടക്കുകയാണ്. രാവിലെ UK കുഞ്ഞിരാമൻ്റെ വീട് മെരുവമ്പായി പള്ളിക്കപ്പുറത്ത് നിർവേലി എന്ന സ്ഥലത്താണ്. ആ നിർവേലി ഭാഗത്തൂടെ പോകണം വീട്ടിലേക്ക്. ആ പോകുന്ന വഴിക്ക് ഈ സംഘം കാത്തു നിന്നു. ഈ ആക്രമിക്കാൻ വന്ന സംഘം അവിടെ വെച്ച് ആക്രമിച്ചു. അതിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സർ, അതാണ് ഞങ്ങളുടെ അനുഭവം. ഇവിടെ ഏതെങ്കിലും വർഗീയത എതിർക്കുന്നത് കൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരായി പോകുമെന്ന ചിന്ത ഞങ്ങൾക്കില്ല. ഒരു മതവിഭാഗവും അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇവിടെ RSSനെ അതിശക്തമായി എതിർക്കുന്ന ഘട്ടത്തിൽ ഹിന്ദുക്കളാകെ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞിട്ടില്ല. ഇവിടെ ന്യൂനപക്ഷ വർഗീയത എന്ന നിലക്ക് ഇപ്പോൾ പ്രസക്തമായി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും മറ്റും ഞങ്ങൾ എതിർക്കാൻ തയ്യാറായിട്ടുണ്ട്. അതേതെങ്കിലും തരത്തിൽ മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ഒരു എതിർപ്പായി കേരളത്തിലെ മുസ്ലിം വിഭാഗം കണക്കാക്കുന്ന ധാരണയും ഞങ്ങൾക്കില്ല. പക്ഷെ അത്തരമൊരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ലീഗ് സുഹൃത്തുക്കളടക്കം ശ്രമിച്ചിട്ടില്ലേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അത് വലിയ തോതിൽ പരിശോധിക്കുന്ന നന്നാവും. എന്താണ് നമ്മുടെ നാട്ടിലെ പ്രചരണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നത്. സർ, വസ്തുതകൾ പറഞ്ഞുകൊണ്ടല്ലേ ആക്രമണം നടത്തേണ്ടത്? ഏതിലും നേരും നിറയും വേണ്ടി അല്ലാത്തൊരു നിലപാടെടുക്കാൻ പാടുണ്ട്.